അസ്സലാമു അലൈക്കും. അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അള്ളാഹു ഒരു ചാപ്റ്റർ തുറക്കും. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ഒരുപാട് കാത്തിരിപ്പ്, ഒരുപാട് ദുഃഖം, ഒരുപാട് തകർച്ച, പിന്നീട് ഒരിടവേള, അതിനുശേഷം ശാന്തതയും ശൂന്യതയും മാത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, ഇതാണ് എല്ലാം, ഇതോടെ ഞാൻ തീർന്നുപോയി അല്ലെങ്കിൽ തകർന്നുപോയി. പക്ഷേ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, അള്ളാഹു ഏത് വാതിൽ അടച്ചാലും അതിനേക്കാൾ നല്ലത് നിനക്ക് മുമ്പിൽ തുറക്കുന്നു. ജീവിതം എന്നത് നമ്മുടെ ദുഃഖവും നഷ്ടവും കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. നാം മുമ്പ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ചില ഫേസുകളുണ്ട്. അതിൽ ചിലത്, ഒന്ന് ബ്രേക്കപ്സ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഒരു നഷ്ടം കൊണ്ട് ജീവിതം അവിടെ അവസാനിച്ചിട്ടില്ല. നീ ഒരു ബന്ധം വിട്ടുകൊടുത്തു, അത് മനസ്സിന് വളരെ വേദനയാണ്, പിന്നെ ജീവിതം മീനിങ്ലെസ് ആയി എന്ന് തോന്നുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ചിലപ്പോൾ നീ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിനക്കത് ദോഷമായാണ് ബാധിക്കുന്നത്. തീർച്ചയായും നിന്നെക്കാളേറെ അള്ളാഹുവിനാണ് അറിയുന്നത്. കഴിഞ്ഞു പോയത് അള്ളാഹുവിൻ്റെ പ്ലാനാണ്. അത് നിന്നെ തകർക്കാനല്ല, മാറ്റിയെടുക്കാനാണ്. 2, കരിയർ ഫെയിലേഴ്സ്, എക്സാം ഫെയിലേഴ്സ്, അല്ലെങ്കിൽ ജോബ് കിട്ടുന്നില്ല, ഇൻ്റർവ്യൂ ഫെയിലേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ പ്രിപ്പറേഷൻ, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നാം കരഞ്ഞുകൊണ്ട് പറയും, എന്തിന് ഞാൻ ഇത്രയും ശ്രമിച്ചു, എന്തിന് ഞാൻ ദുആ ചെയ്തു. പക്ഷെ നിനക്ക് മുമ്പിൽ ഇത്തരം വാതിലുകൾ അടച്ചതിന് പിന്നിൽ അള്ളാഹുവിൻ്റെ ഒരു പുതിയ വഴി ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ജയിൽ അകപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും തെറ്റായ ആരോപണങ്ങൾ ഏൽക്കുകയും അതുപോലെ ഒരുപാട് വർഷത്തെ നീണ്ട കാത്തിരിപ്പ് നേരിടുകയും ചെയ്തിരുന്നു. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ഒരുക്കിയത് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ടായിരുന്നു. അള്ളാഹു യൂസുഫ് നബിക്ക് അദ്ദേഹം വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ചാപ്റ്റർ ആണ് തുറന്നു കൊടുത്തത്. തീർച്ചയായും നീ എന്താണോ ചോദിച്ചത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നിനക്കായി ഒരുക്കുന്നു. 4, ജീവിതത്തിലെ വേദനകൾ എന്നത് പുതിയൊരു തുടക്കത്തിന് കാരണമായേക്കാം. നിന്റെ ഹൃദയ തകർച്ച ഒരിക്കലും നിന്റെ അവസാനമല്ല, അത് നിന്റെ ടേണിംഗ് പോയിന്റാണ്. നിന്റെ ഓരോ കണ്ണുനീർ തുള്ളിക്കും മൂല്യമുണ്ട്. നീ രാത്രി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞത് തീർച്ചയായും അള്ളാഹു കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ മൗനമായ പ്രാർത്ഥന തീർച്ചയായും അള്ളാഹു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ അധ്യായം ഒരിക്കലും തീർന്നിട്ടില്ല, ഇറ്റ്സ് ടേണിംഗ്. നിന്റെ ജീവിതത്തിലെ ഓരോ പേജുകളും മറച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് അള്ളാഹു ഒരുക്കിത്തരും. അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ അടക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് എവിടെയെങ്കിലും ബ്രേക്സ് ആയാൽ, ഒരിക്കലും പറയരുത് ഇതിവിടെ അവസാനിച്ചു എന്ന്. അതിന് പകരം പറയുക, അൽഹംദുലില്ലാ, ഇതിനേക്കാൾ നല്ലതായത് അള്ളാഹു എനിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നീ തീർന്നെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും അള്ളാഹു നിനക്കായി പുതിയൊരു വാതിൽ തുറന്നു തരുന്നു. നീ ചോദിച്ചതിനേക്കാൾ ബെറ്ററായത് അള്ളാഹു നിനക്ക് ഒരുക്കി തരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.